വാർത്തകളിലേക്ക് വിശദമായി. KPCC പുനഃസംഘടനാ പട്ടികയ്ക്കെതിരെ കെ മുരളീധരൻ കഴിഞ്ഞ നിയമസഭാ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിൽ ICUവിലായ പ്രസ്ഥാനത്തെ പൂർണ്ണാരോഗ്യത്തോടെ തൃക്കാക്കരയിൽ തിരികെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ സ്ഥാനമാനങ്ങൾ വീതം വെച്ച് ICUവിലേക്ക് തിരികെ അയക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നും കാണുന്നതിൽ അതിയായ ദുഃഖമുണ്ടെന്ന് കെ മുരളീധരൻ ആരോപിച്ചു. ലല്ലു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ലല്ലു, തൃക്കാക്കരയിലെ ഉയർത്തെഴുന്നേൽപ്പ് ഈ വീതം വെപ്പിലൂടെ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് മുരളീധരൻ ഉന്നയിക്കുന്നത്. ആർക്കൊക്കെ എതിരെയുള്ള വിയോജിപ്പാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രേഖപ്പെടുത്തുന്നത്? വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടേക്കാവുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയേക്കാവുന്ന സംഭവങ്ങളിലേക്ക് തന്നെയാണ് കെ മുരളീധരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിരൽ ചൂണ്ടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ ICUവിലായ പ്രസ്ഥാനത്തെ തൃക്കാക്കരയിൽ തിരിച്ചു കൊണ്ടുവന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന് തൃക്കാക്കരയിൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുകയും വലിയ വിജയം നേടുകയും ചെയ്തു എന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ മാറ്റിവെച്ച് സംഘടനാ ഭാരവാഹികളെ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നിരിക്കുന്നത്. ഈ നീക്കം അതുപോലെ ഈ ആളുകളെ വീതം വെച്ചെടുക്കുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം പരക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തുനിന്നും. നമുക്കറിയാം, സംഘടനാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കേരളത്തിലെ കോൺഗ്രസിനകത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുമ്പോഴാണ് ഒരു സമവായത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. തെരഞ്ഞെടുപ്പിന് പകരം ആളുകളെ തീരുമാനിക്കുക, നോമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. AI വിഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് നിന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നേതൃത്വത്തിലുള്ള കെ സുധാകരന്റെയും VD സതീശന്റെയും ഒക്കെ അടുപ്പക്കാർ അല്ലെങ്കിൽ അവരുടെ അനുയായികളെന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളിലേക്ക് കൂടി ഈ പട്ടിക വ്യാപിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് കെ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയിൽ കണ്ട ഒരു ഐക്യം, ഗ്രൂപ്പുകൾക്ക് അതീതമായി നിന്ന് പാർട്ടി നടത്തിയ വലിയ പോരാട്ടം, അതിന്റെ എല്ലാം അന്തസ്സ് കിടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഒരു ഗുണം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു വീതം വയ്ക്കലിലേക്ക് സംഘടന പോകുന്നു എന്ന മുന്നറിയിപ്പ് തന്നെയാണ് കെ മുരളീധരൻ നൽകുന്നത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല നേതാക്കളിൽ നിന്നുള്ള പരസ്യ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന. തുടരുക ലല്ലു. ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ എൻ ശ്രീകുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീകുമാർ, കെ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സ്ഥാനമാനങ്ങൾ വീതം വെച്ച് പാർട്ടിയെ വീണ്ടും ICUവിലേക്ക് തിരികെ അയക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നും കാണുന്നതിൽ അതിയായ ദുഃഖം എന്ന് കെ മുരളീധരൻ പറയുന്നു. അതിൽ അദ്ദേഹത്തിനുള്ള ഈ ഇപ്പോഴത്തെ നടപടികളിലുള്ള ആത്മാർത്ഥത, നേതൃത്വത്തോടുള്ള വിയോജിപ്പ് എല്ലാം പ്രതിഫലിക്കുന്നതാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്? കോൺഗ്രസ് രാഷ്ട്രീയത്തില് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പം ഉന്നത നേതാക്കൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെ മുരളീധരൻ പറഞ്ഞത് ICUവിലേക്ക് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയായിരിക്കും. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം പാർട്ടി നേതൃത്വത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയും KPCCയും അതുപോലെ പ്രതിപക്ഷവും വളരെ സജീവമായി പല കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കെ മുരളീധരൻ. അതുകൊണ്ട് ICU എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമല്ല. അല്ല, അദ്ദേഹം അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം നിയമസഭാ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളെ പരാജയത്തിൽ ICUവിലായ പ്രസ്ഥാനത്തെ പൂർണ്ണ ആരോഗ്യത്തോടെ തൃക്കാക്കരയിൽ തിരികെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഇപ്പോൾ തിരികെ വീണ്ടും ICUവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞത് അതാണ്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ആ ഒരു ICU എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം നിങ്ങൾ പറയുന്ന പോലെ മനസ്സിൽ ഉദ്ദേശിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കും. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ സംഘടനാപരമായ ഒരു ശക്തിയുടെ പ്രകടനമായിട്ട് ഒരിക്കലും ആരും കണക്കാക്കാറില്ല. കാരണം വാർഡ് തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ മറ്റു പല ഘടകങ്ങളുമാണ് രാഷ്ട്രീയ കക്ഷികളെ സ്വാധീനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സീറ്റിനും ഒരു വാർഡിന്റെ ഭൂരിപക്ഷത്തിനൊക്കെ ഭരിക്കുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ട്. അതൊന്നും കോൺഗ്രസിന്റെ ഒരു സംഘടനാ ദൗർബല്യത്തിന്റെ ഭാഗമായിട്ട് കാണാനാവില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം ICU എന്ന് ഉദ്ദേശിച്ച അദ്ദേഹത്തിന്റെ സ്ഥിരമായ അദ്ദേഹം എന്ത് പറയുമ്പോഴും അതിനൊരു വിശേഷണം ചേർക്കും. കുറച്ചൊരു മുനവെച്ച വിശേഷണം അദ്ദേഹം ചേർക്കാറുണ്ട്. അങ്ങനെ ഒരു വിശേഷമാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ അത് തെറ്റില്ല. അതല്ലാതെ ICU എന്ന് പറയുകയാണെങ്കിൽ അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കോൺഗ്രസിനെ നന്നായി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആർക്കും കഴിയില്ല. പിന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അതിന് ഊർജ്ജം പകർന്നു. ആ ഊർജ്ജം പകർന്ന ശേഷം വീണ്ടും ICUയിലേക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ഊർജ്ജം പകർന്ന കാര്യം എന്താണ്?
അവിടുത്തെ സംഘടനാപരമായ ശക്തി മാത്രമല്ല, അവിടുത്തെ ഐക്യമാണ്. അതായത് അവിടുത്തെ നേതാക്കളുടെ ഐക്യം, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ, CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരുപാട് വീഴ്ചകളുമാണ്. അതിൽ സംഘടനാപരമായ ബലം മാത്രമായിട്ടല്ലത്, മറ്റ് പല ഘടകങ്ങളും, പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിനെതിരായ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വികാരവും, ഒപ്പം തന്നെ ഉമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഹൈന്ദവ വികാരവും ഉണ്ട്. അതുകൂടെ മനസ്സിലാക്കണം നിങ്ങൾ. BJP-യുടെ തീരെ പൊളിഞ്ഞ് പാണിസ്ഥായത് അതുകൊണ്ടാണ്. ഹൈന്ദവ വികാരമുണ്ട്. അങ്ങനെ പല ഘടകങ്ങളും ചേർന്നിട്ടാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നത്. സംഘടനാപരമായ ഒരു പ്രശ്നമായിട്ട് തന്നെ കാണാൻ കഴിയില്ല. തൃക്കാക്കരയുടെ സംഘടനാബലം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. CPM-നെതിരായ ഒരു വികാരം അവിടെ നന്നായി വരികയും ഗവൺമെന്റിനെതിരായ പ്രതിപക്ഷ വികാരം ജനങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ശ്രീമതി ഉമാ തോമസിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളൊക്കെ ഉണ്ടായതിന്റെ ഭാഗമാണിത്. അതാണ് ഇതുമായിട്ട് ചേർത്ത് വെക്കരുത്. പക്ഷെ മുരളീധരൻ പറയുന്നതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2 ഗ്രൂപ്പുകൾ പങ്കിട്ടെടുക്കുന്ന ഒരു സ്വഭാവം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ഇടക്കാലത്ത് നിന്നു. വീണ്ടും അതിലേക്ക് പോവുകയാണോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടാകാം. ആ സംശയം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. കാരണം അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനുണ്ട് ഒരുപാട് അനുയായികളുണ്ട്. അപ്പൊ ആ അനുയായികളുടെ രാഷ്ട്രീയ ഭാവി നോക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് മാത്രമാണ് ഇങ്ങനെ ഒരു വിമർശനത്തിന് കാരണമെന്നാണോ താങ്കൾ കരുതുന്നത്? ഇപ്പോൾ കെ മുരളീധരൻ മാത്രമല്ല, കഴിഞ്ഞ ദിവസം KPCC ഭാരവാഹി യോഗത്തിലും സമാനമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അത് KC പക്ഷക്കാരാണ് വിമർശനം ഉയർത്തിയത് എന്ന തരത്തിലായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അല്ല, ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംഘടനാ തലത്തിൽ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന അനുയായികൾക്ക് സ്ഥാനമാനങ്ങൾ അവരുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാനുള്ള ബാധ്യത നേതാക്കൾക്കുണ്ട്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേക സ്വഭാവമാണിത്. അത് ഇപ്പൊ CPM-ലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കെ മുരളീധരന്റെ ഒപ്പം നിന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ, കെ മുരളീധരൻ പാർട്ടിക്ക് വളരെ അനുസരണയോടെ നിന്ന ഒരാളാണ്. കാരണം അദ്ദേഹം കോഴിക്കോട് MP ആയിരിക്കുകയാണ്. അദ്ദേഹം പട്ടികക്കായി പോയി മത്സരിച്ചത് പാർട്ടി പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ അനുയായികൾ ഒരുപാട് പേരുണ്ട്. അവർക്കും സ്ഥാനങ്ങൾ വേണം എന്ന് അദ്ദേഹം ചിന്തിച്ച് ദയവായി താങ്കൾ ഒന്ന് തുടരുക. ഇപ്പോൾ